നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കൊടിഞ്ഞി മഹല്ല് കമ്മിറ്റി സംയുക്ത ബഹുജന പ്രക്ഷോഭ റാലി സംഘടിപ്പിച്ചു. കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ നിന്ന് ആരംഭിച്ച റാലി ചെറുപാറയിൽ സമാപിച്ചു. 100 കണക്കിന് ആളുകളാണ് റാലിയിൽ അണിനിരുന്നത്. അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ജനാധിപത്യ പ്രതിഷേധം നമ്മുടെ പൂർവികർ അന്തിയുറങ്ങും. മണ്ണറ പോലും മന്തിയെടുക്കാൻ ഭരണകൂടം തയ്യാറായ നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ അധിവസിക്കും പൗരന്മാരുടെ ഇല്ലാതാക്കാൻ തയ്യാറാക്കിയ വിവിധ പദ്ധതി നമ്മുടെ പൂർവികർ ദാനം ചെയ്ത് ഭൂമിയും സ്വത്തും തട്ടിയെടുക്കാൻ പദ്ധതിയിട്ടൊരു വഖഫ് ബിൽ പിൻവലിക്കും കാലം വരെയും തുടരും ഞങ്ങൾ പ്രതിഷേധം. സമാപന പൊതുയോഗം കൊടിഞ്ഞിപ്പള്ളി ഖത്തീബ് അലി അക്ബർ ഇംദാദി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പിൻഗാമികൾ അള്ളാഹുവിനെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി സംരക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണെന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു.
ായിരിക്കുന്ന അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. പാവപ്പെട്ട മുസൽമാൻ നമ്മുടെയൊക്കെ പിൻഗാമികൾ അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി അവർക്ക് സംരക്ഷിക്കാൻ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അതിന് ഞാൻ നിങ്ങൾ ഉത്തരവാദികളാണ്. അത് സംരക്ഷിക്കാൻ നമ്മൾ ഒരുമ്പെട്ടിറങ്ങേണ്ടത് ഇതിന്റെ ആവശ്യമാണ്. അത് ഭീകരതയിലൂടെയല്ല, അല്ലെങ്കിൽ തീവ്രവാദത്തിലൂടെയല്ല, മറിച്ച് മാന്യമായ രൂപത്തിൽ സമരം നടത്തിയും പ്രതിഷേധങ്ങൾ നടത്തിയും അത് ചെറുത്തു തോൽപ്പിക്കാൻ നമ്മുടെ ആവശ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കൊടിഞ്ഞി മഹല്ല് ഇങ്ങനെ ഒരു റാലി സംഘടിപ്പിച്ചത്. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്കൊക്കെ പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഇനിയും നടത്തുമെന്നും, തന്നെയുമല്ല ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന കരിനിയമങ്ങളെ തോൽപ്പിക്കാൻ ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങളെ മുസ്ലിമീങ്ങളാകുന്ന, അതുപോലെ തന്നെ ഹൈന്ദവരാകുന്ന, ക്രൈസ്തവരാകുന്ന, മുൻഗാമികളാകുന്ന ആളുകളുണ്ട്. ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന തോക്കിന് മുമ്പിൽ വിരിച്ചു നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തോൽപ്പിച്ച പാരമ്പര്യത്തിന്റെ മഹത്തായ കണ്ണികളാണ് ഞങ്ങൾ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നതാണ്. ഇതുകൊണ്ടൊന്നും തീരുകയില്ല. ഇൻഷാ അല്ലാഹ് ഇതിനെ തോൽപ്പിക്കുന്നത് വരെ ഞങ്ങൾ സമരമുഖത്തുണ്ടാകുമെന്നും പ്രതിഷേധമുഖത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്നും കരുത്തോടെ ഉണ്ടാകുമെന്നും ഇൻഷാ അല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളോട് സമ്മതിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതനാ ലക്കും വഫഹ്മു ബിനാ എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊറ്റാണിക്കൽ സലാം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മഹല്ല് സെക്രട്ടറി പത്തൂർ കുഞ്ഞോൻ ഹാജി, മുസ്ലിം ജമാഅത്ത് ഭാരവാഹി സുലൈമാൻ സക്കാഫി, സലഫി മസ്ജിദ് ഖത്തീബ് റഫീഖ് അഹമ്മദ്, സി അബൂബക്കർ ഹാജി, പൂഴിക്കൽ സലീം, പനക്കൽ സിദ്ദീഖ്, പത്തൂർ മുഹമ്മദ് അലി, അനീസ് തട്ടരാട്ടിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CP സലാം ഹാജി, UV കരീം, പത്തൂർ സാഹിബ്, ഷമീർ പൊറ്റാണിക്കൽ, മുസ്തഫ നടുത്തൊടി, കബീർ PP, മൂസക്കുട്ടി പത്തൂർ, മുസ്തഫ ഊർപ്പായി, മുജീബ് പനക്കൽ, VK ആലംഗീർ, സാബിർ പൊറ്റാണിക്കൽ, അക്ബർ കൊണ്ടാണത്ത് ബാവ, മജീദ് പനക്കൽ, സൈദലവി ഹാജി കക്കുന്നത്ത്, ഷുക്കൂർ ഇല്ലത്ത്, പീച്ചു ഒടിയിൽ, പാട്ടശ്ശേരി അലവി ഹാജി, പനമ്പിലായി സലാം ഹാജി, VK രായൻകുട്ടി ഹാജി, MK മൊയ്തൂട്ടി, തുഫൈൽ പുതുപ്പുറക്കാട്ട്, മാളിയാട്ട് റസാഖ് ഹാജി, ഫൈസൽ പുളിക്കലകത്ത്, ഷാഹുൽ ഹമീദ്, ജമലുല്ലൈലി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.